റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഭാര്യയെ മർദ്ദിച്ചു കൊന്ന ഭർത്താവിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. റമദാൻ നോമ്പ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കേണ്ടുന്ന ഭക്ഷണങ്ങളുടെ ചേരുവകളെക്കുറിച്ചുള്ള തർക്കത്തെ തുടർന്നാണ് ഇയാൾ സ്വന്തം ഭാര്യയെ അതിദാരുണമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 24-കാരിയാണ് ഭാര്യ വസീല. വസീലയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ബൗച്ചി സംസ്ഥാന പോലീസ് കമാൻഡ് ബിസിനസ്സുകാരനായ നൂറു ഇസയെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബൗച്ചി പോലീസ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ അഹമ്മദ് വക്കീലിന്റെ പ്രസ്താവനയിൽ നിന്ന് പഞ്ച് മെട്രോ ഞായറാഴ്ച ശേഖരിച്ച, അതായത് പഞ്ച് മെട്രോ എന്ന് പറയുന്ന മാധ്യമം ഞായറാഴ്ച ശേഖരിച്ച വാർത്തയാണിത്. സംസ്ഥാനത്തെ ഹമദാം മാഡ പ്രദേശത്ത് ശനിയാഴ്ച രാത്രിയിലാണ് ഈ സംഭവം നടന്നത് എന്നാണ് ഇപ്പോൾ മാധ്യമം പറയുന്നത്. തന്റെ രണ്ടാമത്തെ ഭാര്യയാണ് വസീല. അവൾ തളർന്നു വീഴുന്നത് വരെ ഇസ ചമ്മട്ടി കൊണ്ട് അടിച്ചതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. കുഴഞ്ഞു വീണപ്പോൾ അവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവർ മരിച്ചതായി ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുകയായിരുന്നു. റമദാൻ നോമ്പ് തുറക്കുന്നതുമായി നിശ്ചയിച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും പഴങ്ങളും കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സെൻട്രൽ മാർക്കറ്റ് ബൗച്ചിലെ ബിസിനസ്സുകാരനായ 50 വയസ്സുള്ള അൽഹാജി നൂറു ഈസയും 24 വയസ്സുള്ള രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള വസീല അബ്ദുല്ലഹിയും തമ്മിൽ തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇത് അക്രമാസക്തമായ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങി എന്നാണ് പറയപ്പെടുന്നത്. പ്രാഥമിക അന്വേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് സംശയപ്പെടുന്ന അൽഹാജി നൂറു ഇസ തൻ്റെ ഭാര്യയെ ചൂരൽ ഉപയോഗിച്ച് അടിച്ചുവെന്നാണ്. ഇത് അവരുടെ വിവാഹ വീട്ടിൽ കുഴഞ്ഞു വീഴുകയും അവർ അബോധാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നതിന് കാരണമായി. ഇതേ പിന്നീട് ATBU ടീച്ചിങ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ മെഡിക്കൽ ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ അവർ മരിച്ചുപോയി എന്ന് പറഞ്ഞ് അവരുടെ മരണം അവിടെ സ്ഥിരീകരിക്കുകയായിരുന്നു. റിപ്പോർട്ട് ലഭിച്ചയുടനെ അന്വേഷണം ആരംഭിച്ചതായും പ്രതിയെ അറസ്റ്റ് ചെയ്തതായും PPRO ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ഈ സംഭവത്തെക്കുറിച്ച് ബൗച്ചി സംസ്ഥാന പോലീസ് കമാൻഡ് സമഗ്രമായ അന്വേഷണം ആരംഭിക്കുകയും സംശയിക്കുന്ന അൽഹാജി നൂറു ഇസയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആക്രമണത്തിന് ഉപയോഗിച്ച ചൂരൽ ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. മരിച്ചയാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്നതുവരെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഈ വിഷയത്തിൽ നീതി നടപ്പാക്കും എന്നാണ് പോലീസ് ഇപ്പോൾ ഊന്നി പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.